ആ തമ്പനയിൽ കാണുന്ന വീടായിട്ട് മാറ്റിയാണ്. ഈ സിറ്റ് ഔട്ട് നമ്മൾ പുതിയതായിട്ട് എടുത്തതാണ്. ഇവിടെ പഴയ അടുക്കളയുടെ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ചിമ്മിനിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അടുക്കളയെ നല്ല രസമായിട്ട് ഓപ്പൺ കിച്ചൺ ആക്കിയിട്ടുണ്ട്. ഉള്ളിൽ പോയിട്ട് നമുക്ക് പറയാം. പഴയ വീടിൻ്റെ ഭിത്തിക്ക് തിക്നെസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് പഴയ സ്ട്രക്ചറിൻ്റെ പുറത്ത്. അതുകൊണ്ടാണ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കുറേ പില്ലേഴ്സൊക്കെ ഉണ്ട്. ഈ വർക്ക് ഏരിയയുടെയൊക്കെ വാളിൻ്റെ ഉള്ളിൽ പില്ലർ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ പഴയൊരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ആ സിറ്റ് ഔട്ടും ഇതായിരുന്നു ആ സിറ്റ് ഔട്ടിൻ്റെ വീതി. അതും പഴയ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പുതിയ ഡ്രോയിങ് റൂം ഉണ്ടാക്കിയത്, വലിയ ഡ്രോയിങ് റൂം. അപ്പോൾ ഈ രസമുള്ള സിറ്റ് ഔട്ടിനകത്ത് നിന്ന് നമ്മൾ നേരെ വലിയ ഡ്രോയിങ് റൂമിലേക്ക് കയറും. യു ഷേപ്പിൽ തന്നെ നമുക്ക് ഫർണിഷ് ചെയ്യാനൊക്കെ പറ്റും. ഈ ഐ-ബീം മുകളിലത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ ചെറിയൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്ങും ഡൈനിങ്ങും ഒക്കെ കൂടി പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സ്റ്റെയറൊക്കെ കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ കിച്ചണാണിത്. അപ്പോൾ ആ സ്റ്റെയറൊക്കെ കൂടി വന്നപ്പോൾ ഈ സൈഡ് ഓപ്പൺ കിച്ചൺ ആയി കഴിഞ്ഞപ്പോൾ ഡ്രോയിങ് റൂമിൽ നിന്നൊന്നും ഒരു വ്യൂ ഇല്ലാതെ നല്ല രീതിയിൽ ഡൈനിങ്ങും ലിവിങ്ങും ആയിട്ടുള്ള സ്പേസും കിച്ചണും തമ്മിൽ നമുക്കൊരു കണക്ട് കിട്ടി. പഴയ ചിമ്മിനി എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ കിച്ചണിന് ഇഷ്ടം പോലെ സ്ഥലമായി. ഈ വർക്ക് ഏരിയ നമ്മൾ പുതിയതായിട്ട് എടുത്തു. പഴയ റൂമിനകത്ത് കൂടെ നമ്മൾ സ്റ്റെയർ എടുത്തു. അപ്പോൾ സ്റ്റെയർ വരുമ്പോൾ അവിടെ മുകളിൽ നിന്ന് ലൈറ്റും പർഗോളും എല്ലാം കൂടിയായിട്ട് ഹാളിനകത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റെയർ ഇങ്ങനെ വന്നു. ഇവിടെ നല്ല വലിയൊരു വിൻഡോ വരാനുള്ളതാണ്. പിന്നെ സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും 2 ടോയ്ലറ്റും കൂടി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ബാൽക്കണി അല്ലാണ്ട് അങ്ങനെയാണ് ആ രസകരമായിട്ടുള്ള തമ്പനയിലുള്ള വീടായിട്ട് തന്നെ നമ്മൾ ഈ പഴയ വീടിനെ മാറ്റുന്നത്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അതുകൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ട് ശ്യാം.